ദശാബ്ദങ്ങളായി ഭാരതം സ്വന്തം ആകാശം കാക്കാൻ റഷ്യയെയും ഇസ്രായേലിനെയുമാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ യുദ്ധങ്ങൾ അതിർത്തികളിൽ നിന്നും റഡാർ സ്ക്രീനുകളിലെ ചെറിയ പൊട്ടുകളായി മാറുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഭാരതം ആ ചരിത്രം മാറ്റിയെഴുതുകയാണ്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ഉപരിതല വ്യോമ പ്രതിരോധ സംവിധാനമായ പ്രോജക്ട് കുശയുടെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച നടന്ന കന്നി പരീക്ഷണ വിക്ഷേപണം വിജയകരമായി പൂർത്തിയായി. നമ്മുടെ അഭിമാനമായി മാറാൻ പോകുന്ന ഈ പ്രോജക്ടിന്റെ വിശദാംശങ്ങൾ കാണാം. 2, 1, now. Taken off. ഒഡീഷ തീരത്തെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് കുതിച്ചുയർന്ന ആ മിസൈൽ വെറുമൊരു പരീക്ഷണമായിരുന്നില്ല, ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന്റെ വിക്ഷേപണമായിരുന്നു. ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളുടെ പകുതി വില മാത്രം ചെലവിൽ ഭാരതം നിർമ്മിച്ച സ്വന്തം ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനം പ്രോജക്ട് കുശയുടെ വിജയകരമായ തുടക്കം. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്ന ഭാരതത്തിന്റെ സ്വന്തം സുദർശന ചക്രം എന്ന ബഹുതല വ്യോമ പ്രതിരോധ ശൃംഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് കുശ. നിലവിലെ നമ്മുടെ വ്യോമ സുരക്ഷാ കവചം ആകാശ് മുതൽ S-400 വരെ നീളുന്ന ഒരു സ്പെക്ട്രമാണ്. ഇതിൽ ഹ്രസ്വദൂര പ്രതിരോധത്തിനായി ക്വിക്ക് റിയാക്ഷൻ വ്യോമ പ്രതിരോധ മിസൈലായ അനന്തശാസ്ത്രയും ഒപ്പം ആകാശ് മിസൈലുകളും ഉണ്ടാകും. 70 മുതൽ 80 കിലോമീറ്റർ വരെ പരിധിയുള്ള മധ്യദൂര പ്രതിരോധത്തിനായി MRSAയും പിന്നെയുണ്ടായിരുന്നത് 400 കിലോമീറ്റർ മുതൽ പ്രതിരോധമൊരുക്കുന്ന S-400 ആയിരുന്നു. 80 കിലോമീറ്റർ കഴിഞ്ഞ് റഷ്യൻ S-400 എത്തുന്നതുവരെയുള്ള വലിയൊരു ദീർഘദൂര പ്രതിരോധം വിടവ് നികത്താനാണ് പ്രോജക്ട് കുശ എത്തുന്നത്. പലരും കരുതുന്നതുപോലെ കുശ റഷ്യൻ S-400 പകരക്കാരനല്ല, മറിച്ച് S-400 ചേർന്ന ഭാരതത്തിന്റെ ദീർഘദൂര വ്യോമ സുരക്ഷയുടെ പ്രധാന ചുമതല വഹിക്കാൻ പോകുന്ന ഇന്ത്യയുടെ സ്വന്തം പ്ലാറ്റ്ഫോമാണ്. DRDO വികസിപ്പിക്കുന്ന കുശ ഒറ്റ മിസൈലല്ല, മറിച്ച് 3 ഇന്റർസെപ്റ്ററുകളുള്ള ഒരു ശൃംഖലയാണ്. 150 കിലോമീറ്റർ ദൂരപരിധിയുള്ള M1 ശത്രു വിമാനങ്ങളെയും ഡ്രോണുകളെയും ക്രൂയിസ് മിസൈലുകളെയും തകർക്കാൻ ശേഷിയുള്ള പോർമുന. കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചതും ഇതിന്റെ വികസന പതിപ്പാണ്. 250 കിലോമീറ്റർ ദൂരപരിധിയുള്ള M2 വ്യോമസുരക്ഷയുടെ പ്രധാന കരുത്തായി മാറും. 350 മുതൽ 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള M3 മിസൈലുകൾക്ക് മാക് 5 ഹൈപ്പർസോണിക് വേഗതയിൽ ശത്രുവിന്റെ എവാക്സ് വിമാനങ്ങളെയും റീഫ്യുവലറുകളെയും ദൂരെ വെച്ച് തന്നെ തകർത്തു കളയും. കഴിഞ്ഞ ആഴ്ച ഭാരതം വിജയകരമായി പരീക്ഷിച്ചത് ഇതിലെ M1 ഇന്റർസെപ്റ്റർ മിസൈലാണ്. ഈ വർഷാവസാനത്തോടെ M2 മിസൈലിന്റെ പരീക്ഷണവും 2027ഓടെ M3 മിസൈലിന്റെ നിർണായക പരീക്ഷണവും പൂർത്തിയാകും. തുടർന്ന് 2028ഓടെ ഈ ത്രിതല വ്യോമ പ്രതിരോധ വ്യവസ്ഥ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. ഭാരതത്തിന്റെ സുരക്ഷാ രംഗത്ത് പ്രോജക്ട് കുശ ഒരു ഗെയിം ചേഞ്ചറാണെന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി വിശേഷിപ്പിച്ചത്. കുശയുടെ വരവോടെ സ്വന്തമായി ദീർഘദൂര വ്യോമ പ്രതിരോധ കവചമുള്ള വിരലിലെണ്ണാവുന്ന ലോക വൻശക്തികളുടെ പ്രഭുക്കന്മാരുടെ ക്ലബിലേക്ക് ഭാരതവും അഭിമാനത്തോടെ ചുവടുവച്ചിരിക്കുകയാണ്. ഇതിന്റെ സാമ്പത്തിക വശങ്ങളിലാണ് കുശയുടെ യഥാർത്ഥ തിളക്കം. റഷ്യൻ S-400 ഒരു സ്ക്വാഡ്രന് ഏകദേശം 8300 കോടി രൂപ ചെലവാകുമ്പോൾ കുശയുടെ ഒരു സ്ക്വാഡ്രന് വെറും 5000 കോടി രൂപ മതിയാകും. ഒരു S-400 ഇന്റർസെപ്റ്റർ മിസൈലിന്റെ പകുതി വില മാത്രമാണ് ഒരു കുശ മിസൈലിന്റെ നിർമ്മാണ ചെലവ്. കേന്ദ്ര ക്യാബിനറ്റ് കമ്മിറ്റി 2022 പച്ചക്കൊടി കാണിച്ച പദ്ധതിക്ക് വ്യോമസേനയ്ക്കായി 5 സ്ക്വാഡ്രണുകൾ വാങ്ങാൻ 21,700 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചു കഴിഞ്ഞു. ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങൾക്ക് ഉപരോധങ്ങൾ, സ്പെയർ പാർട്സുകളുടെ ക്ഷാമം, വിദേശ സാങ്കേതിക വിദഗ്ധരെ ആശ്രയിക്കൽ എന്നിവ വലിയ ഭീഷണിയാണ്. എന്നാൽ കുശ പൂർണ്ണമായി ഭാരതത്തിൽ നിർമ്മിക്കുന്നതിനാൽ ഇതിന്റെ സോഫ്റ്റ്വെയർ കോഡുകൾ, അൽഗോരിതം, അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ സമ്പൂർണ്ണ അവകാശം ഭാരതത്തിന് മാത്രമായിരിക്കും. യൂറോപ്പിലും പടിഞ്ഞാറൻ ഏഷ്യയിലും നടക്കുന്ന യുദ്ധങ്ങളിൽ ഡ്രോണുകളും കൃത്യതയുള്ള മിസൈലുകളും സൃഷ്ടിക്കുന്ന ഭീഷണി കണ്ട് ലോകരാജ്യങ്ങൾ അമ്പരക്കുമ്പോഴാണ് ഭാരതം ഈ നേട്ടം കൈവരിക്കുന്നത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൽ ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ സൈനിക താവളങ്ങളെ വിജയകരമായി പ്രതിരോധിച്ച അനുഭവ സമ്പത്ത് ഭാരതത്തിനുണ്ട്. വ്യോമസേനയ്ക്ക് ശേഷം നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകൾക്കും മറ്റ് വൻകിട യുദ്ധക്കപ്പലുകൾക്കും സുരക്ഷയൊരുക്കാൻ കുശയുടെ നേവൽ പതിപ്പും DRDO വികസിപ്പിക്കും. സ്വന്തം ആകാശത്തെ കാക്കാൻ ഇനി മറ്റൊരു രാജ്യത്തിന്റെയും വാതിലിൽ ഭാരതം മുട്ടില്ല. ആത്മനിർഭർ ഭാരതത്തിന്റെ ഈ സാങ്കേതിക സാമ്പത്തിക വിജയം രാജ്യത്തിന്റെ സുരക്ഷാ ചരിത്രത്തിലെ സുവർണ അധ്യായം തുറക്കുകയാണ്.